ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓൾറെഡി എല്ലാവരും കണ്ടു കാണും വെറൈറ്റി മീഡിയയിൽ മസ്തി വിത്ത് മസ്താനിൽ ഷാനവാസിക്കയുടെ പുതിയ ഇൻ്റർവ്യൂ. അതിൽ ഷാനവാസിക്ക പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് സീക്രട്ട് ടാസ്കിനെ പറ്റി ഷാനവാസിക്കയുടെ വ്യൂ എന്തായിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. അതിൽ മെയിൻലി ഷാനവാസിക്ക പറയുന്ന കാര്യങ്ങൾ, അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് തീർന്നു, ബിഗ് ബോസ് കഴിഞ്ഞു, ഇപ്പോൾ ഇത്രയും മാസങ്ങളായി. ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുമ്പോൾ, ഇതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുമ്പം ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കാം, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ബിഗ് ബോസിനെ പറ്റി ചോദിക്കുകയും എന്താ പറയുക, ഒരുപാട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ബിഗ് ബോസിന് ശേഷം എന്തൊക്കെയാണ് പ്ലാൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിക്കയുടെ ഫാൻസ് വേണ്ടിയിരിക്കുന്നത്. ഓൾറെഡി ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഉടനീളം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അബൌട്ട് ദ സീക്രട്ട് ടാസ്ക്, അനീഷേട്ടനുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, കാര്യങ്ങളൊക്കെ. സോ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ബിഗ് ബോസിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കാമായിരുന്നു. ഇനി അറിയത്തില്ല, ടു ബി കണ്ടിന്യൂഡ് ആണ്, നെക്സ്റ്റ് പാർട്ട് വരും, ചിലപ്പോൾ അതിൽ ചോദിക്കുമെന്ന് അറിയില്ല. ഏതായാലും ചോദിക്കാമായിരുന്നു എനിക്ക് തോന്നി. എനിവേ, സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഷാനവാസിക്ക അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ടാസ്കിനെ പറ്റി അറിയില്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയതെന്നാണ്. പക്ഷേ ഷാനവാസിക്ക ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് അന്ന് അവിടെ പറയാൻ പറ്റത്തില്ല, അത് ഓഫ് കോഴ്സ് ശരിയാണ്. അതായത് ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞൊരു നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അതിൽ മായാമോഹിനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആര്യന് കോയിൻസ് കൊടുത്തു. അതിന് മുന്നേ ആയിട്ട് അനുമോൾക്കായിരുന്നു ഒരുപാട് കോയിൻസ് കിട്ടിയിരുന്നതും അനുമോൾക്കായിരുന്നു ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതും. പക്ഷെ അത് തകർക്കാൻ വേണ്ടിയിട്ട്, അത് ഓൾറെഡി ബ്രേക്ക് ആക്കാൻ വേണ്ടിയിട്ടും തകർക്കാൻ വേണ്ടിയിട്ടും ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് നമുക്കറിയാം ആരൊക്കെയാണെന്ന്, അക്ബർ ആൻഡ് ടീംസ്, നെവിൻ ആൻഡ് ഓൾ, അവർ അത് തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആര്യന് കൂടുതൽ കോയിൻസ് കൊടുത്തു. ആര്യന് കോയിൻ കൊടുത്ത് ആര്യൻ വിജയിച്ചു. അനുമോൾക്ക് കോയിൻസ് ഉണ്ടായിരുന്നില്ല, 18 കോയിൻസോളം അനുമോൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അനുമോൾക്ക് എതിരെയായിട്ട് എല്ലാവരും നിന്ന് അനുമോൾക്ക് കിട്ടാതിരുന്നു. അത് ഷാനവാസിക്ക നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്ക നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദില കൂടി ഇതിൽ പാർട്ടായിരുന്നു. അതായത് ആദില കൂടി അതിൽ കളിച്ചു. ആദില കൂടി 4 പോയിൻറ്റ്സാണ് ആര്യന് കൊടുത്തത്, അനുമോൾക്ക് കൊടുക്കാതെ. സോ ആദില വാസ് ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷാനവാസിക്ക പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അത് ഷാനവാസിക്ക എന്തോ ഗ്രൂപ്പ് കളിച്ച് കിട്ടിയതുപോലെ ആയിപ്പോയത് കൊണ്ട് ഷാനവാസിക്ക എന്തോ ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക പറഞ്ഞു വെച്ച മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ടാസ്ക് വരും. ഷാനവാസിക്ക ഇവർ ഈ ഫുഡ് കൊണ്ടുവരുന്ന കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ സീക്രട്ട് ടാസ്ക് എങ്ങനെയെങ്കിലും കുളവാക്കണമായിരുന്നു. ആര്യന് ഒരിക്കലും ഈ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ല. ബിക്കോസ് ഇത് കളിച്ച് ജയിച്ചതല്ല, ഇതൊരുമാതിരി ഗ്രൂപ്പുകളിൽ കളിച്ചിട്ടാണ് ഈ ഒരു സംഭവം ആര്യന് കിട്ടിയത്. സോ ആര്യന് അത് കിട്ടാൻ പാടില്ലായിരുന്നു എന്ന് ഷാനവാസിക്ക് തോന്നി. സോ അങ്ങനെ ഷാനവാസിക്ക് തോന്നുകയും എങ്ങനെയും ആര്യന് കിട്ടരുത്, അതുകൊണ്ട് 10 പേരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 7 പേരെ കൺവിൻസ് ചെയ്യാനായിട്ട്, 6 പേരെ കൺവിൻസ് ചെയ്യാനായിട്ട് ആര്യന് സാധിച്ചു. 7ാമത്തെ ആളായിരുന്നു ഷാനവാസിക്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് പറയുന്ന അഭിനന്ദനങ്ങളും കാര്യങ്ങളും കൊടുത്തതെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഷാനവാസിക്ക് ഉണ്ട് എന്ന് ഷാനവാസിക്ക പറയുന്നുണ്ട്. അത് നമുക്ക് മെയിൻലി തോന്നിയ കാര്യമാണ്. അവിടെ മെയിൻ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആര്യൻ സീക്രട്ട് ടാസ്ക് ജയിച്ചു, അല്ലെങ്കിൽ ആര്യന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി ഷാനവാസിക്ക മണ്ടത്തരം കാണിച്ച് ആ ഒരു സീക്രട്ട് ടാസ്ക് കൊളവാക്കി എന്ന് പബ്ലിസിറ്റിയാണ് ബിഗ് ബോസ് മെയിൻലി പുറത്തേക്ക് വിട്ടത്. ഈ ബിഗ് ബോസിൻ്റെ മെയിൻ ഒരു അജണ്ട, മുമ്പ് തൊട്ടുള്ള സീസണിലുള്ള മെയിൻ അജണ്ട എന്ന് വെച്ചാൽ, ബിഗ് ബോസ് തീരുമാനിക്കും ആരെ ഹീറോ ആക്കണം, ആരെ നെഗറ്റീവ് റോൾ ആക്കണം. ബിഗ് ബോസ് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലവരുടെ ഹൈഡാക്കി വെച്ചിട്ട് ഒള്ളി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വിടത്തുള്ളൂ. അങ്ങനെയുള്ള സമ്പ്രദായം ഓൾറെഡി ബിഗ് ബോസിന് പണ്ട് തൊട്ടേ ഉണ്ട്. സോ ഇത് മെയിൻ റീസൺ, അതായത് പല കാര്യങ്ങളും ഷാനവാസിക്കായിട്ട് പലരുടെയും കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള പലരുടെയും കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബേബി ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ബേബിക്ക് മനസ്സിലാവും ആരെ അവർ ഹീറോ ആക്കണം, ആരെ അവർ നെഗറ്റീവ് ആക്കണം, അല്ലെങ്കിൽ ആരെ വില്ലൻ ആക്കണം എന്നുള്ളത് ബേബിക്ക് തോന്നണം. അങ്ങനെയാണ് ബേബിയുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ അതാണ് പലരും പറയുന്നത് ബേബി സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത്. അങ്ങനെയല്ല, ബേബി ചിലപ്പോൾ ആ ഒരു ഹൗസിലേക്ക് കയറുന്ന കാര്യങ്ങളൊന്നും സ്ക്രിപ്റ്റഡ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം, ആരെ പോസിറ്റീവ് ആക്കണം, ആരെ നെഗറ്റീവ് ആക്കണം എന്നുള്ളത് ബേബി സ്ക്രിപ്റ്റഡ് ആയിരിക്കണം. അതാണ് മെയിൻലി പുറത്തോട്ട് വരുന്നത്. അതാണ് ലൈവിൽ കാണുന്ന 24/7 ലൈവിൽ കാണുന്ന പലർക്കും മനസ്സിലാവും, അയ്യോ ഇതെങ്ങനല്ലല്ലോ എപ്പിസോഡിൽ വന്നത്, അതെന്താ അങ്ങനെ എപ്പിസോഡിൽ വന്നത് പലർക്കും ചിന്തിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കാര്യം ഈ ആര്യൻ
കിട്ടരുത്, ആര്യന് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടരുത് എന്നുള്ളൊരു സംഭവത്തിലാണ് സത്യം പറഞ്ഞ ഷാനവാസിക്ക് ആ ഒരു സീക്രട്ട് ടാസ്ക് കൺവിൻസ് ആവാതെ പോയത്. അതൊക്കെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ടാസ്കുകൾ കുളവാക്കുന്നത്. അതിലൊരു അഭിപ്രായ വ്യത്യാസം ഷാനവാസിക്കുണ്ട്, നമുക്കും ഉണ്ടായിരുന്നു. അതിലൊരു ഷാനവാസിക്ക് അങ്ങോട്ട് ലാലേട്ടനോട് ചോദിച്ചിരുന്നു ഏത് ടാസ്ക്കാണ് ഞാൻ കുളവാക്കിയെന്ന് ചോദിച്ചിട്ടൊന്നും ലാലേട്ടന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഷാനവാസിക്ക് തോന്നി ഇനി എന്തെങ്കിലും ഒരു ടാസ്ക് വന്നാൽ എങ്ങനെയും അത് വിജയിപ്പിച്ച് കൈ കൊടുക്കണം. അങ്ങനെയാണ് ഷാനവാസിക്ക് ഒരു സീക്രട്ട് ടാസ്ക് വന്നപ്പോൾ ഷാനവാസിക്ക് അത് ഗംഭീരമായി കളിച്ച് അത് മുന്നോട്ട് പോവുകയും ആ ഒരു ടാസ്ക് സത്യം പറഞ്ഞാൽ അത്രയും TRP റേറ്റിംഗ് കൂട്ടുകയും അത്രയും മില്യൺ അടിച്ചൊരു വീഡിയോ നമുക്ക് അറിയാം. ഷാനവാസിക്ക് ആദില നൂറ ആ ഒരു കെട്ടിപ്പിടിച്ചുള്ള സംഭവമൊക്കെ അത്രയും മില്യൺ അടിച്ചതാണ്. അപ്പം അത്രത്തോളം ഒരു ഹൈപ്പായിട്ട് നിന്നൊരു സീക്രട്ട് ടാസ്ക് വിജയിക്കാനായിട്ട് ഷാനവാസിക്ക് കഴിയുകയും ചെയ്തു. അപ്പോൾ ഷാനവാസിക്കിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളാളുടെ ഇൻ്റർവ്യൂ കാണണ്ട, അല്ലാതെ ഇൻ്റർവ്യൂ ഫുള്ള് കാണുകയും ചെയ്യും എന്നിട്ട് അതിനെപ്പറ്റി ഓരോ വേർഡ് പറയുന്ന എടുത്തിട്ട് നെഗറ്റീവാക്കി അതൊരു നെഗറ്റീവ് കമൻറ്റ്സ് ആക്കി ഇടുന്നവരോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് കാണണ്ട എന്നുള്ളതേ ഉള്ളൂ. അപ്പം സീക്രട്ട് ടാസ്കിനെ പറ്റി ഷാനവാസിക പറഞ്ഞ ഇത്രയും കാര്യങ്ങളായിരുന്നു. ഓൾറെഡി ഇപ്പം ഷാനവാസിക്കയുടെ സീക്രട്ട് ടാസ്കിലാണെങ്കിൽ കൂടിയും ആദിലയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു പിണങ്ങി നിൽക്കുന്ന ടൈമിൽ എന്ത് നെക്സ്റ്റ് സംഭവിക്കുമെന്ന് ഷാനവാസിക്ക് അറിയാം. ഷാനവാസിക ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളാണ്, ഷാനവാസിക്ക് അറിയാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. അത് ഓൾറെഡി ഷാനവാസിക മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് ഷാനവാസിക കൈയടിച്ചതും ആദില എവിക്റ്റ് ആകും, അല്ലാതെ ഓരോരുത്തരും വന്ന് ആദിലയുടെ പേര് പറഞ്ഞപ്പോൾ ഷാനവാസിക കൈ അടിച്ചതും ലാസ്റ്റ് കൈ കൊടുക്കാതിരുന്നതും ഒക്കെ ഷാനവാസിക പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. എനിവേ സീക്രട്ട് ടാസ്ക് ഒരെണ്ണം കുളവാക്കിയപ്പോൾ മറ്റൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തതിൽ നല്ല ഗംഭീരമാക്കി മാറ്റി എന്നുള്ളതാണ് ഷാനവാസിക പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് മനസ്സിലായത് കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ളൊരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ആവാതെ കുറച്ചുകൂടെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതൊക്കെയാണ് നമുക്കറിയേണ്ടതല്ലേ, എന്താണ് ഇനി നെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഇൻ്റർവ്യൂസിൽ വരണം എന്നാണ് എനിക്കത് പറയാനുള്ളത്. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.